വെൽക്കം ബാക്ക് ടു മൈ ആഷ് ഡയറീസ്. സ്നേഹം വിളമ്പാൻ ഒരിക്കൽ കൂടി ഒത്തുചേരാം. ഇന്ന് നമുക്ക് സ്വാദിഷ്ടമായ ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ? അതിനായി ഞാനിവിടെ ഏകദേശം 250 ഗ്രാം ചെറുതായി നുറുക്കിയെടുത്ത ചിക്കൻ 10 മിനിറ്റ് നേരം ഉപ്പിട്ട വെള്ളത്തിൽ വെച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇതിങ്ങനെ ചെയ്യുന്നത് ചിക്കൻ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 മുട്ട, 1 ടീസ്പൂൺ സോയാ സോസ്, കുറച്ച് ഉപ്പ് എന്ന് വെച്ചാൽ ആവശ്യത്തിന്. ഞാൻ ഏകദേശം 1/2 ടീസ്പൂണിനടുത്തുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഇവ നല്ലവണ്ണം യോജിപ്പിക്കുക. കുഴയ്ക്കുന്നതിന് മുട്ടയുടെ ജലാംശം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ആവശ്യത്തിന് നമുക്ക് ചേർക്കാവുന്നതാണ്. വാഷ് ചെയ്തിരിക്കുന്ന ചിക്കൻ അതിൽ പിടിക്കുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി. വെള്ളം കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. ഇതേപോലെ ആയിരിക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടാവേണ്ടത്. ഈ സമയം ഉപ്പ് പാകമാണോ എന്ന് നോക്കാൻ ശ്രദ്ധിക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. സോയാ സോസ് ഒഴിക്കുന്നത് കൊണ്ട് ഉപ്പ് കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത്തരം കാര്യം ഒന്നുകൂടി ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് ക്ലീൻ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് നല്ലവണ്ണം യോജിപ്പിച്ച് ഏകദേശം 1 മണിക്കൂറോളമെങ്കിലും ഫ്രിഡ്ജിലിരിക്കുന്നത് നന്നാവും. ഫ്രിഡ്ജിൻ്റെ റെഫ്രിജറേറ്റർ സൂക്ഷിക്കുക. ഓവർനൈറ്റ് ഇരുന്നാലും അത്രയും നല്ലതാണ്. ഈ സമയം ചില്ലി ചിക്കൻ തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ നമുക്കെടുത്ത് വയ്ക്കാം. ആദ്യമായി ഒരു മീഡിയം സൈസ് ഒണിയൻ ക്യൂബായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. മീഡിയം സൈസ് വലിപ്പത്തിലുള്ള മറ്റൊരു ഒണിയൻ വളരെ തിന്നായി സ്ലൈസായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 3-4 തണ്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഇഞ്ചി വളരെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഒരു 10ഓളം വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ ഒരു 15 എടുക്കണം. വലുതാണെങ്കിൽ ഒരു 10ഓളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ സ്പ്രിങ് ഒണിയനാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഒരു ക്യൂബായിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം വളരെ കുറച്ച് സെലറിയും അരിഞ്ഞ് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഈ ക്യാപ്സിക്കത്തിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്ക് തന്ന് സഹായിക്കണേ. അതോടൊപ്പം ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിലൊന്ന് അമർത്തി അതൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ. ഇനി നമുക്ക് മാഗ്നേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതൊരു ഷാലോ ഫ്രൈ പോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതിലെ ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇനി നമുക്ക് മാഗ്നേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ചിക്കനും പാനിൽ നിറച്ചിട്ട് ഏകദേശം 6-7 മിനിറ്റ് കഴിയുമ്പോൾ ഏകദേശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ കളറ് ആകുമ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. വല്ലാതെ ബ്രൗൺ കളറിലേക്ക് ആവാൻ പാടില്ല. വല്ലാതെ ബ്രൗൺ കളറായിപ്പോയി കഴിഞ്ഞാൽ വളരെ ഹാർഡായിപ്പോവും. അതുകൊണ്ടാണ് നമുക്ക് ഈ സമയത്ത് തന്നെ ഇതേപോലെ ആവുമ്പോൾ എല്ലാം കോരി വയ്ക്കുക. എൻ്റെ ഫസ്റ്റ് ബാച്ച് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇതുപോലെ എത്രയാണോ ഉള്ളത് അതെല്ലാം ഫ്രൈ ആക്കി എടുക്കുക. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ ബാക്കിയുള്ള സൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ല എങ്കിൽ കുറച്ച് സൺഫ്ലവറും കൂടി ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ആദ്യം ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസ് സവാള ഇതിലേക്ക് ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. ഏകദേശം ഇപ്പോൾ പച്ചമണം മാറി. ഈ സമയം നമുക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇടാം. അതോടൊപ്പം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് എന്നിവ ചേർത്ത് ഒന്നുകൂടി യോജിപ്പിക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ, ഈ സോസുകൾക്കൊരു പച്ചമണം ഉണ്ടാവും, അത് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 10 പച്ചമുളക് ഞാൻ സ്ലാൻഡിങ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത്
ഇതിലേക്ക് ചേർക്കുക. ഇത് അത്യാവശ്യം നല്ല എരിവുള്ളതാണ്. എരിവ് കുറവുള്ളവരാണെങ്കിൽ 1-2 മുളക് കുറച്ചിട്ടാൽ മതി. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സ്പ്രിംഗ് ഒണിയന് കുറച്ചും സെലറിയുടെ കുറച്ചും ഇതിലേക്ക് ഇടുക. 1 ടേബിൾ സ്പൂൺ വിനെഗറും, വൈറ്റ് വിനെഗറാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്, 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി യോജിപ്പിക്കണം. ഇതെല്ലാം നന്നായി വഴണ്ട് യോജിച്ച് വരണ സമയത്ത് നമ്മൾ ഏകദേശം 2 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഈ വെള്ളം നന്നായി തിളച്ച് ഒന്ന് യോജിച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചില്ലി ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ആക്കിയ ചിക്കൻ ഗ്രേവിയിലേക്ക് ഇട്ട് ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കി കുറച്ച് നേരം വെക്കുക. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കാൻ മറക്കരുത്. അതിലെന്താ ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടതുണ്ട്. എനിക്കൊരല്പം ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് ഞാനൊരു 1/4 സ്പൂൺ ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് തുറന്ന് 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഏകദേശം 1/4 ഭാഗമാകുമ്പോൾ നമുക്കൊരു ക്രഞ്ചി ഫീലിംഗ് വരുന്നതിന് വേണ്ടി നമ്മൾ ക്യൂബായി അരിഞ്ഞു വെച്ച ഒണിയനും അതുപോലെ ക്യാപ്സിക്കവും ചേർക്കുക. നേരത്തെ ഞാൻ ചേർത്തിട്ടില്ല, ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ നേരത്തെ ചേർക്കാം. പക്ഷേ ഞാൻ ചേർക്കാത്തിരുന്നത് ഇതൊരു ക്രഞ്ചിനെസ് ഫീൽ ചെയ്യാനാണ്. അത് നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ചില്ലിയിലേക്ക് തന്നെ വെന്തു പോവും. ഇതാവുമ്പോൾ പാകത്തിനൊരു ഹാഫ് കുക്കാവുള്ളൂ. നമുക്ക് കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ് കിട്ടുകയും ചെയ്യും. ഈ ഒരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് ഒരു സ്മെല്ല് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ 1-2 ടേബിൾ സ്പൂൺ, ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂൺ അതിനടുത്ത് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആവശ്യമുള്ളവർക്ക് ഇനി ചേർക്കാം, ആവശ്യമില്ലാത്തവർ ഞാനൊരു 1.5 ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ, ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ നമുക്കൊരു ചില്ലി ചിക്കൻ ഒരു ഗ്ലൈസിങ്ങും കിട്ടും, ഒരു തിക്നെസ്സും ഫീൽ ചെയ്യും. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചത് മല്ലിയിലയും ഒരല്പ പുതിനയിലയും ഉണ്ട്. അതോടൊപ്പം കുറച്ച് സെലേറിയുടെ ബാക്കി, സ്പ്രിംഗ് ഒണിയൻ്റെയും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതും കൂടി നന്നായി വിതറി നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി മൂടി വെച്ച് നമുക്ക് തുറന്നു നോക്കാം. നോക്കിയാൽ നമ്മുടെ സ്വാദിഷ്ടമായ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ റെസിപ്പി വാച്ച് ചെയ്ത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. ഇഫ്താർ സ്പെഷ്യലായിട്ടും ഇത് ഗസ്റ്റിന് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയേറിയ കമൻസ് രേഖപ്പെടുത്താൻ മറക്കരുതേ. ഇനി അടുത്ത ഒരു പുതിയ വിഭവമായി കണ്ടുമുട്ടാം. ബൈ ബൈ.